അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ വിത്ത് ഗോഡ് ഡയറക്ഷൻ എന്ന തീമുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഒരു റെക്ടാങ്കിൾ ഷേപ്പ് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 15 × ഒരു 5 സെന്റിമീറ്റർ നീളം വരുന്ന ഒരു റെക്ടാങ്കിൾ ഷേപ്പ് പേപ്പർ എടുക്കണം. അതേ അളവിൽ തന്നെ വരുന്ന ഒരു സർക്കിളും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ പേപ്പറിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്ത് നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ചെറിയൊരു പേപ്പർ പീസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വഴി നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കോമ്പസ് ബുക്ക് മാർക്കാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബുക്ക് മാർക്ക് കോമ്പസിൻ്റെ. അപ്പം നമ്മുടെ മൈ കോമ്പസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സർക്കിൾ പേപ്പർ ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ നമ്മുടെ കോമ്പസ് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതിൽ ഡയറക്ഷൻസ് വരച്ചു കൊടുക്കാം. കോമ്പസിലെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള ഡയറക്ഷൻസ് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ കോമ്പസിൽ ഡയറക്ഷൻസ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് നടുക്ക് കറക്റ്റ് സെൻറ്റർ കണ്ട് നമ്മളൊന്ന് പഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് ഈ പേപ്പറൂടെ കൂട്ടി വേണം നമ്മൾ ചെയ്യാൻ. ഈ ലെങ്ത്തിലെടുത്ത പേപ്പറൂടെ കൂട്ടി നമുക്കൊരു ഹോള് ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ പഞ്ചിങ് മെഷീൻ ഉള്ളത് കൊണ്ട് ഞാൻ പഞ്ച് വെച്ച് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ഇതിലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ എക്സ്ട്രാ വരുന്ന പേപ്പർ ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ സൈഡിൽ എക്സ്ട്രാ വരുന്ന പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്യാം. പേപ്പർ കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്ററിലേക്ക് ഈ കോമ്പസിൻ്റെ നീഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഈ കയ്യിലെടുത്ത് നമ്മളൊരു ചെറിയ പേപ്പർ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് നമുക്ക് കൊടുക്കും. നല്ല രീതിയിൽ റോള് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ കടത്തുമ്പം ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 3-4 പീസായിട്ട് നമുക്ക് അകത്തുനിന്ന് ഒരു സെൻറ്റർ വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇത് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഈ ഹോളിൽ നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്ത ഹോളിലേക്ക് ഇത് കയറ്റുക. ബാക്ക് സൈഡിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയും ചെയ്തു കൊടുത്തു. ഇനി ആ എക്സ്ട്രാ വരുന്നതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കോമ്പസ് നമ്മൾ മെയിൻലി ഡയറക്ഷൻ, നമ്മുടെ ദിശ അറിയാൻ വേണ്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു നീഡിലൂടെ ആ കോമ്പസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ നീഡിൽ ഞാൻ ചെറിയൊരു പീസ് എടുത്ത് അത് കട്ട് ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻ കാണുന്ന രീതിയിൽ ആ ഒരു സൈഡ് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കറക്റ്റ് വരും. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഈ നടുക്ക് അറ്റാച്ച് ചെയ്ത ആ ട്യൂബിൻ്റെ മണ്ടയ്ക്കേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അവിടെയും ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ ബാക്ക് പീസിലും നമുക്ക് എക്സ്ട്രാ വരുന്ന പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കോമ്പസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ബുക്ക് മാർക്കായിട്ട് ചെയ്തതാണ്. അപ്പം നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് നീഡിലും റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ കോമ്പസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ഒരു മെമ്മറി വേഴ്സ് നമ്മൾ എഴുതി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ എഴുതുന്നത് Proverbs 3:5-6 ആണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലതായിട്ട് കളർ പെൻസ് ഒക്കെ യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. Trust in the Lord with all your heart. Do not lean on your understanding. അപ്പം നമുക്ക് ആ കോമ്പസിൻ്റെ നീഡിലിൻ്റെ സൈഡിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അല്ല, കോമ്പസിൻ്റെ സൈഡിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കോമ്പസ് ബുക്ക് മാർക്ക് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇതിന് നീഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നീഡിൽ റൊട്ടേറ്റ് ചെയ്യാം, ഓരോ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പം ഇതെങ്ങനെ ബുക്കിൽ വെക്കുന്നതോടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ബുക്ക് മാർക്ക് നമുക്ക് ബുക്കിൽ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോമ്പസ് ബുക്ക് മാർക്ക് ഇതാ റെഡിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ നിങ്ങളിത് ചെയ്തു നോക്കണം.